ചേനത്തും വിളഞ്ഞു തണ്ണിമത്തൻ, അതും 100 മേനി വിളവോടെ. ചേനം സ്വദേശികളായ ഉണ്ണികൃഷ്ണൻ പണിക്കശ്ശേരി, സിദ്ധൻ ചെമ്പിപ്പറമ്പിൽ എന്നിവർ ചേർന്ന് നടത്തിയ തണ്ണിമത്തൻ കൃഷിയാണ് 100 മേനി വിളഞ്ഞത്. 3.5 ഏക്കറിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. ശാസ്ത്രീയമായ കൃഷിയാണെങ്കിൽ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലെ ഈ പ്രദേശത്തിന് തണ്ണിമത്തൻ കൃഷിയുടെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും. 90 ദിവസം കൊണ്ട് നമ്മുടെ എല്ലാ കൃഷിയുടെ പരിപാടികൾ അവസാനിപ്പിക്കും. 65 ദിവസം കഴിയുമ്പോൾ പൊട്ടിക്കാം. 70-75 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ നല്ല പീക്കില് ഹാർവെസ്റ്റ് നടത്താൻ പറ്റും. 90 ദിവസം ആകുമ്പോഴേക്കും ഏകദേശം പൂർത്തീകരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് 90 ദിവസം കൊണ്ട് അതിന്റെ റിസൾട്ട് കിട്ടും. ഒരിക്കൽ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നെൽകൃഷിയെ പോലെ തന്നെ റിസ്ക് ഉണ്ടെങ്കിലും അതിനേക്കാളും ലാഭകരമായി ചെയ്യാവുന്ന ഒരു കൃഷിയാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പല മഹാരാഷ്ട്രയിൽ നിന്നൊക്കെയാണ് തണ്ണിമത്തനോടേക്ക് വരുന്നത്. എത്ര നാളുകൾ കഴിഞ്ഞാണ് തണ്ണിമത്തനോട് വരുന്നത്. അതിനുള്ളിൽ ചുവന്ന പെയിന്റ് എന്താണ് മായം ചേർക്കുന്നത് അതൊന്നും നേരായ കാര്യം. കാരണം ഈ തണ്ണിമത്തൻ ഇവിടെ കൃഷി ചെയ്യുമ്പോൾ നമുക്കത് പൊട്ടിച്ച് തീർക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയാ അതിനുള്ളിൽ ഇഞ്ചക്ഷൻ ഓരോന്നും വെക്കാനൊന്നും പറ്റുന്നില്ല. ആൾക്കാർക്ക് വെറുതെ പറയുന്നതാണ്. പക്ഷെ അവിടത്തേക്കാളും നമുക്ക് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പല വെറൈറ്റികൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. പഞ്ചായത്ത് അംഗം സുബിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ചേർപ്പ് ADA CD മാലിനി, ചേർപ്പ് പഞ്ചായത്ത് അംഗം പ്രിയലത, സിദ്ധൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ പച്ചക്കറിയിലും പഴവർഗ്ഗങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും നമ്മുടെ സംസ്ഥാനം നേടിയിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ പറയുന്നത്. ആ ഒരു അതിന്റെ പ്രേരണ ഒരു തുടർ പരിപാടിയായിട്ട് നമ്മുടെ 20-21 ശേഷമുള്ള മന്ത്രിസഭയുടെ കാലഘട്ടത്തിലും കേരളത്തിൽ നടക്കുകയാണ്. അതിന്റെ ഭാഗം കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മൾ. അപ്പൊ അത് വ്യാപകമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ തരിശ് നിലങ്ങളിലും, ഇത് മാത്രമല്ല എല്ലാ തരിശ് നിലങ്ങളിലും അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാനായിട്ടുള്ള സംവിധാനങ്ങൾ കാർഷിക വികസന വകുപ്പും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളൊക്കെ നന്നായി ഇടപെട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ശുദ്ധമായ രീതിയിലുള്ള പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ കഴിയുന്നത് തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ്. ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കാഷ്വാലിറ്റി, ഫാർമസി, ECG, ആംബുലൻസ്, നഴ്സിംഗ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്നു. എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട. ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൽ ഉണ്ട്. റൈഗൽ മെഡിക്കെയർ ഹോസ്പിറ്റൽ, കോസ്മോ ബിൽഡിംഗ്, മുത്തുള്ളിയാൽ. For enquiries and bookings, contact 7994223356, 7994423356.